ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു ഷമീസ് കിച്ചൻ. എല്ലാവർക്കും സുഖമാണല്ലോ. ഇന്നത്തെ നമ്മുടെ സ്പെഷ്യൽ വളരെ രുചികരമായിട്ട് ചടപടയെന്ന് എളുപ്പത്തിൽ തയ്യാറാക്കി എടുക്കാൻ പറ്റുന്ന നല്ലൊരു ചട്നിയുടെ റെസിപ്പിയാണ്. 2 ഇഡ്ഡലി ദോശ കഴിക്കുന്നവർ ഇതുപോലൊരു ചട്നി ഉണ്ടെങ്കിൽ 2 എക്സ്ട്രാ കഴിച്ചു പോകും. എന്നാൽ ശരി, ഇതെങ്ങനെയാണ് തയ്യാറാക്കുന്നത് നോക്കിയാലോ. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടമായാൽ ഇതൊന്ന് ലൈക്ക് ചെയ്യാനും കൂടെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാനും ആ തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കൻ്റെ ഓള് മറക്കാതെ കൂടെ ഒന്ന് പ്രസ് ചെയ്തേക്കണേ. എന്നാൽ ശരി, ഇതെങ്ങനെയാണ് തയ്യാറാക്കുന്നത് വേഗം ഒന്ന് കണ്ടു നോക്കാം. നമ്മുടെ ഈ ചട്നി തയ്യാറാക്കി എടുക്കാനായിട്ട് ഞാനിപ്പോൾ ഒരു മിക്സിയുടെ ജാറൊന്ന് എടുത്ത് വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് ആദ്യം ചേർക്കേണ്ടത് വറ്റൽമുളകാണ്. അപ്പോൾ ഒരു 6ഓളം വറ്റൽമുളകാണ് എടുത്തിട്ടുള്ളത്. കുറച്ച് ചെറു ചൂടുവെള്ളത്തിൽ ഒരു 5-6 മിനിറ്റ് ഞാനിതൊന്ന് കുതിർത്ത് എടുത്തിട്ടുണ്ട്. അപ്പോഴത്തേക്കും പെട്ടെന്ന് ഒന്ന് അരഞ്ഞ് കിട്ടും. കശ്മീരി ചില്ലിയാണ് എടുത്തിട്ടുള്ളത്. കുറച്ച് എരിവ് കുറവാണ്, നല്ലൊരു കളർ കൊടുക്കും. അതല്ല ഇപ്പോൾ നമ്മുടെ കയ്യിൽ സാധാരണ മുളകാണ് ഉള്ളതെങ്കിൽ ആ വറ്റൽമുളകിൻ്റെ അളവ് കുറയ്ക്കാവുന്നതാണ്. കൂടുതൽ വറ്റൽമുളക് ചേർക്കുന്തോറും നല്ല എരിവുണ്ടാവും. കൂടെ പിന്നെ ഇനി നമുക്കിതിലേക്ക് അടുത്ത് വേണ്ടത് സവാളയാണ്. അത്യാവശ്യം വലിയ സവാളയിൽ ഒരു സവാള എടുത്തിട്ടുണ്ട്, അതുകൂടി ചേർക്കാം. ഇനി ഇതിലേക്ക് നമുക്ക് തക്കാളി ചേർക്കാവുന്നതാണ്. മീഡിയം സൈസ് തക്കാളിയിൽ 2 തക്കാളി എടുത്തിട്ടുണ്ട്. അത്യാവശ്യം വലിയ തക്കാളിയാണെന്നുണ്ടെങ്കിൽ 1.5 തക്കാളി മതിയാവും. ഇത്രയും ആയിക്കഴിഞ്ഞാൽ പിന്നെ ഇനി നമുക്കിതിലേക്ക് വേണ്ടത് വെളുത്തുള്ളി അല്ലിയാണ്. അത്യാവശ്യം വലിയ വെളുത്തുള്ളിയിൽ ഒരു 7 വെളുത്തുള്ളി അല്ലി എടുത്തിട്ടുണ്ട്. തീരെ ചെറുതാണെന്നുണ്ടെങ്കിൽ ഒരു 5-6 വെളുത്തുള്ളി എക്സ്ട്രാ ചേർത്തേക്കണം. ഇതിൽ ഇച്ചിരി വെളുത്തുള്ളി അല്ലി കുറച്ച് കൂടുതലായിട്ട് വേണം കേട്ടോ. ഇത്രയും ചേർത്തിട്ട് നന്നായിട്ട് ഇനി ഇതൊന്ന് അരച്ചെടുക്കാവുന്നതാണ്. ഒരുപാട് സ്മൂത്തായിട്ട് അരയ്ക്കണം എന്നുള്ള ആവശ്യമില്ല. ചെറിയ തരിതരിപ്പോട് കൂടിയിട്ടൊന്ന് അരച്ചെടുക്കാം. എങ്ങാനും നന്നായിട്ട് അരയുന്നില്ല എന്നുണ്ടെങ്കിൽ മാത്രം ഒരല്പം വെള്ളം ചേർക്കാം. കാരണം തക്കാളിയിലും സവാളയിലൊക്കെ അത്യാവശ്യം വെള്ളം ഉള്ളത് തന്നെയാണ്. അപ്പോൾ അത് തന്നെ ധാരാളം മതിയാവും. വെള്ളം ഒട്ടുമേ തന്നെ ചേർക്കാതെ ചെറിയ തരിതരിപ്പോട് കൂടിയിട്ട് ഞാൻ ഇതുപോലെ ഒന്ന് അരച്ചെടുത്തിട്ടുണ്ട്. ഇനി വേണ്ടത് ഒരു കടായി ഒന്ന് അടുപ്പത്തേക്ക് വെച്ചിട്ടുണ്ട്. അത് ചെറുതായിട്ടൊന്ന് ചൂടായി വരുമ്പോഴത്തേക്കും ഇതിലേക്ക് നമുക്ക് 1.5 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ചേർക്കാം. എണ്ണ ഒന്ന് ചൂടായി തുടങ്ങുമ്പോഴത്തേക്കും ഇതിലേക്ക് നമുക്ക് 1/2 ടീസ്പൂൺ കടുക് ചേർക്കാം. കൂടെ തന്നെ ഒരു 1/4 ടീസ്പൂൺ ചെറിയ ജീരകം കൂടി. കടുകെല്ലാം ഒന്ന് പൊട്ടി തുടങ്ങുമ്പോഴത്തേക്കും ഒരല്പം കറിവേപ്പില ചേർക്കാം. കറിവേപ്പില ചേർത്ത് കൊടുത്ത ഉടനെ തന്നെ നമ്മൾ അരച്ച് മാറ്റി വെച്ചിരുന്ന ആ ഒരു കൂട്ട് ചേർക്കാവുന്നതാണ്. ഫ്ലെയിം ഒന്ന് മീഡിയത്തിൽ വെച്ചിട്ട് നല്ല രീതിക്ക് എല്ലാം കൂടി ഒന്ന് യോജിപ്പിച്ചെടുക്കാം. നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കാവുന്നതാണ്. നമ്മുടെ സവാളയുടെയൊക്കെ ആ ഒരു പച്ചമണം ഒന്ന് മാറി കിട്ടണം. ആ ഒരു സമയം വരെ ഒന്ന് വഴറ്റി കൊടുക്കാം. ഏകദേശം ഒരു 3-4 മിനിറ്റ് വരെ നമ്മളൊന്ന് വഴറ്റേണ്ടതായിട്ടുണ്ട്. ഇതുപോലൊരു ചട്നി തയ്യാറാക്കി നമുക്ക് 2-3 ദിവസം വരെയും ഫ്രിഡ്ജിലും സ്റ്റോർ ചെയ്യാവുന്നതാണ്. ദോശ, ചപ്പാത്തി, ഇഡ്ഡലി അങ്ങനെ എന്തിൻ്റെ കൂടെയും സൂപ്പർ കോമ്പിനേഷനാണ് കേട്ടോ. കുറച്ച് എരിവ് കൂടുതൽ ഇഷ്ടമുള്ളവർക്ക് കൂടുതൽ തന്നെ നമുക്ക് വറ്റൽമുളക് ചേർക്കാവുന്നതാണ്. ഇതിപ്പോൾ കശ്മീരി ചില്ലി അതിൻ്റെ പേരിൽ നല്ല എരിവ് കുറവാണ്. ആ ഒരു കളർ കുറച്ച് കൂടുതലായിട്ടുണ്ടാവും. അല്പസമയം ഒന്ന് വഴറ്റി കൊടുത്ത് നമ്മുടെ ആ സവാളയുടെയും തക്കാളിയുടെയൊക്കെ ആ ഒരു പച്ച ടേസ്റ്റൊക്കെ ഒന്ന് മാറ്റിയെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ ഇതുവരെ ഉപ്പ് ചേർത്തിട്ടില്ല. ഇപ്പോൾ നമുക്ക് ഉപ്പ് ചേർക്കാവുന്നതാണ്. 1/2 ടീസ്പൂൺ ഉപ്പ് ചേർക്കാം. കൂടെ അതേ അളവിൽ തന്നെ 1/2 ടീസ്പൂൺ പഞ്ചസാരയും കൂടി. ഈ പഞ്ചസാരയ്ക്ക് പകരം നമുക്കിതിലേക്ക് ശർക്കരയും ചേർക്കാവുന്നതാണ്. നമ്മളിതിലേക്ക് ഒരല്പം പഞ്ചസാര അല്ലെങ്കിൽ ശർക്കര ചേർക്കുന്ന സമയത്ത് നമ്മുടെ ആ പുളിയും എരിവും ഒക്കെ നന്നായിട്ടൊന്ന് ബാലൻസ് ചെയ്യും കേട്ടോ. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ചേർക്കുന്നത്. ഇത് രണ്ടും കൂടി ചേർത്ത് നന്നായിട്ട് എല്ലാം കൂടി ഒന്ന് യോജിപ്പിച്ചെടുക്കണം. ഇനി നമുക്ക് നല്ല ചൂടോട് കൂടിയിട്ടോ തണുത്തിട്ടോ എങ്ങനെ വേണമെങ്കിലും സെർവ് ചെയ്യാവുന്നതാണ്. വളരെ രുചികരമായിട്ടുള്ള നല്ലൊരു സ്പൈസി ചട്നി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഉറപ്പായിട്ട് ഇതുവരെ ഇതുപോലെ ചട്നി തയ്യാറാക്കിയിട്ടില്ലാത്തവർ മസ്റ്റായിട്ടൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. എന്നിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്ക് കൂടി എനിക്കൊന്ന് മറക്കാതെ അറിയിച്ചേക്കണം കേട്ടോ. കാരണം നിങ്ങളുടെ ഫീഡ്ബാക്ക് കാണുമ്പോഴായിരിക്കും അത് മറ്റുള്ളവർക്കും തയ്യാറാക്കി നോക്കണം എന്നുള്ളൊരു പ്രചോദനം ഉണ്ടാകുന്നത്. ഇത്ര എളുപ്പത്തിലും രുചികരമായിട്ടാണല്ലേ നമ്മൾ തയ്യാറാക്കി എടുത്തിട്ടുള്ളത്. അപ്പോൾ ഇത് ഇഷ്ടമായാൽ ഇതൊന്ന് ലൈക്ക് ചെയ്യാനും കൂടെ തന്നെ നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിക്കും എല്ലാവർക്കും ഇതൊന്ന് ഷെയർ കൂടി ചെയ്ത് കൊടുത്തേക്കണം. ഇതുപോലുള്ള റെസിപ്പിക്ക് വേണ്ടിയിട്ട് നമ്മുടെ ഷമീസ് കിച്ചൻ ചാനൽ ഫോളോ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും ആരും മറക്കരുത്. വീണ്ടും നല്ലൊരു ഷാർ വീഡിയോ ആയിട്ട് നാളെ കാണാം. അതുവരേക്കും എല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കുക, സന്തോഷമായിട്ടിരിക്കുക, എല്ലാവരും സേഫ് ആയിട്ടിരിക്കണം. ടേക്ക് കെയർ ഫ്രണ്ട്സ്. ടാറ്റാ.